വാസ്തവത്തിൽ ഈ നമ്മുടെ എം.വി. ഗോവിന്ദൻ മാഷ് ആരാ? പാർട്ടി സെക്രട്ടറിയാണോ അതോ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു വിനീത വിധേയനാണോ? അടിമയെന്നൊന്നും ഞാൻ പറയത്തില്ല, കാരണം എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം നേരെ വാ നേരെ പോവും, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. എന്തെങ്കിലും പരാതികൾ അദ്ദേഹത്തെക്കുറിച്ചുണ്ടായിട്ടില്ല. കുറച്ചു കാലം മന്ത്രിയായിരുന്നു, എക്സൈസ് ആയിരുന്നു, വേണമെങ്കിൽ ചീത്തപ്പേര് കേൾപ്പിക്കാൻ ഒരു പ്രയാസവും ഇല്ലാത്തൊരു വകുപ്പാണ്. എന്നാൽ യാതൊരു തരത്തിലുള്ള പരാതിയും അദ്ദേഹത്തെക്കുറിച്ചുണ്ടായിട്ടില്ല. ഇനി അദ്ദേഹം ധരിക്കുന്ന വെള്ളയുടുപ്പിൽ അഴിമതിയുടെ ഒരു നേരിയ കറവ് ഒരു മിനിറ്റുമില്ല. മക്കളെ കൊണ്ട് അദ്ദേഹം എക്സാലോജിക്ക് പോലുള്ള കമ്പനികളൊന്നും തുടങ്ങുകയില്ല, അത് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. മരുമകനെ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹം ഇരിക്കുന്ന പദവി ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരത്തുമില്ല. ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, പ്രത്യയശാസ്ത്രപരമായ അസ്ക്യത അല്പം കൂടുതലാണ്. അതൊരു ബാധ പോലെ കയറിയ പിന്നെ അങ്ങോട്ട് ഇറങ്ങില്ല. പ്രത്യയശാസ്ത്രം വിവരിക്കാൻ തുടങ്ങിയാൽ നമ്മളെപ്പോലുള്ള സാധുക്കൾക്ക് അത് വേണ്ട പോലെ മനസ്സിലാകത്തുമില്ല. ആ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ബാക്കിയൊക്കെ പെർഫെക്റ്റാണ്. നമ്മുടെ മാഷ് പഴയ ഡ്രിൽ മാസ്റ്ററാണ്, അതുകൊണ്ടാണ് ഗോവിന്ദൻ മാഷ് എന്ന് വിളിക്കുന്നത്. കവാത്തൊക്കെ പഠിപ്പിച്ചിരുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ ഈയിടെയായിട്ട് സായിപ്പിനെ കാണുമ്പം കവാത്ത് മറക്കുന്നോ എന്നൊരു സംശയം സഹാക്കൾക്കും സാധാരണക്കാർക്കും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ധാരാളം CPM സെക്രട്ടറിമാരെ അറിയാം. എം.വി. ഗോവിന്ദൻ ആ പദവിയിലെത്തുന്നതിന് തൊട്ട് മുമ്പ് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. അദ്ദേഹം പിണറായിയുമായിട്ട് നല്ല സൗഹൃദ ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം ഒരിക്കലും ഒരു ഏറാൻ മൂളിയായിരുന്നിട്ടില്ല. പിണറായി മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിനോട് വഴക്കിനൊന്നും പോയിട്ടില്ലെങ്കിലും അദ്ദേഹം പാർട്ടി സെക്രട്ടറിയുടെ ഒരു അന്തസ്സും ഗരിമയും ഒക്കെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് CPM മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നത് പാർട്ടി സെക്രട്ടറിക്ക് താഴെയാണ്, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് മുകളിലാണ്. പക്ഷേ പിണറായി വിജയനെ പോലൊരാൾ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അല്ലെ രാജ്യത്ത് പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തെക്കാൾ ഉയരത്തിലായിരിക്കണം എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല. പക്ഷേ പാർട്ടിക്കൊരു നിലപാടുണ്ടല്ലോ, അത് തുറന്നു പറയണ്ടേ. അത് മുഖ്യമന്ത്രി ആരായാലും അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആവരുതല്ലോ. ഇവിടെ ഗോവിന്ദൻ മാഷിൻ്റെ ചില പ്രവൃത്തികൾ കാണുമ്പോൾ അദ്ദേഹം അങ്ങനെയാണോ എന്നൊരു സംശയം ഉണ്ടാവുകയാണ്. താൻ നയിക്കുന്ന പാർട്ടി തെരഞ്ഞെടുപ്പിൽ തോറ്റ് പൂതലിച്ച് പണ്ടാരമടങ്ങി നിൽക്കുമ്പോഴെങ്കിലും പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ പദവിയുടെ ആ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതല്ലേ? ഇപ്പോൾ ഇത് പറയാൻ കാര്യം, പാർട്ടിക്ക് വലിയ തോൽവി സംഭവിച്ചു, അതെങ്ങനെ ശരിയാക്കണം, എങ്ങനെ തിരിച്ചു വരാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് വലിയ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുക. മേഖലാ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി ലോക്കൽ സെക്രട്ടറിമാർ മുതലുള്ളവരൊക്കെ അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് കേന്ദ്ര കമ്മിറ്റി അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്, നേതാക്കളുടെ അഹങ്കാരം, അഹംഭാവം, ധാർഷ്ട്യം ഇതൊക്കെയുണ്ട്. ജനങ്ങളിൽ നിന്ന് അകന്നുപോയി ഈ പാർട്ടിയെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ടിയുടെ അടിത്തറ തകർന്നു എന്ന് തന്നെ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തിരുത്തും, ഞങ്ങൾ തെറ്റുകളൊക്കെ മനസ്സിലാക്കി, പാകപ്പിഴകൾ ഞങ്ങൾക്ക് പിടികിട്ടി, അത് ഞങ്ങൾ തിരുത്തുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി യെച്ചൂരി അടക്കം മറ്റ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, അതായത് പ്രകാശ് കാരാട്ട്, എ വിജയരാഘവനൊക്കെ തിരുത്തുമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ എം.വി. ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തിരുത്തും എന്ന് പറഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രിയെക്കുറിച്ചല്ല. പാർട്ടി തിരുത്താൻ തീരുമാനിച്ചാൽ നമ്മുടെ പിണറായി വിജയൻ്റെ ഭാഗത്ത് തിരുത്തപ്പെടേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തണ്ടേ? അദ്ദേഹത്തെ തിരുത്താതെ മറ്റുള്ളവരെ മാത്രം തിരുത്തിയാൽ മതിയോ? അതുകൊണ്ട് പാർട്ടി നന്നാവുമോ? അതുകൊണ്ട് ഭരണം നന്നാവുമോ? അതോ പിണറായി വിജയൻ പാർട്ടിക്ക് അതീതനാണെന്നാണോ? ഗോവിന്ദസാവേ, അങ്ങേക്ക് എന്താണ് പറ്റിയത് എന്ന് തോന്നിപ്പോവുകയാണ്. പാർട്ടി ഇതൊരു വല്ലാത്ത പതനത്തിൽ എത്തി നിൽക്കുമ്പോഴെങ്കിലും പാർട്ടി സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം അങ്ങ് പുലർത്തേണ്ടതല്ലേ? അത് കാണിക്കേണ്ടതല്ലേ? മുഖ്യമന്ത്രിയുടെ മുകളിലൊന്നും കയറി നിൽക്കണമെന്ന് നമ്മളാരും പറയുന്നില്ല കേട്ടോ. അത് പിണറായി വിജയൻ്റെ അടുത്ത് നടക്കുകയെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ
പാർട്ടി സെക്രട്ടറി ചെയ്യേണ്ട ചില കാര്യങ്ങൾ, പറയേണ്ട ചില കാര്യങ്ങൾ ചെയ്യാതെ പോയാലോ? തിരുത്തുക എന്ന് പറഞ്ഞത് പിണറായിയെക്കുറിച്ചല്ല എന്ന് പറഞ്ഞ് ശ്വാസം വിടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നുണ്ട്. പാർട്ടിയിൽ മുകൾ തട്ട് മുതൽ താഴേ തലം വരെ തിരുത്തലുണ്ടാവും. അതിൽ മുഖ്യമന്ത്രിയെന്നോ പാർട്ടി സെക്രട്ടറി എന്നോ PB അംഗങ്ങളെന്നോ ഉള്ള വേർതിരിവ് കൂടാതെ തിരുത്തൽ നടത്തും. സഖാവേ, താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്ന് നേരെ ചൊവ്വേ പറയാമോ? താങ്കൾ ഈ പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ അപ്പോൾ കാട്ടുന്ന ഈ ക്ലാരിറ്റി ഇല്ലായ്മയൊന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് തുറന്നു പറയാമോ? എന്താണ് ഈ പാർട്ടി തിരുത്തൽ പ്രക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദയവ് ചെയ്ത് അതൊന്ന് പറയണം. പാർട്ടി പ്രവർത്തകരും കേരളത്തിലെ ജനങ്ങളും അതൊന്ന് അറിയാൻ ആഗ്രഹിച്ച് നിൽക്കുകയാണ്. പൂതലിച്ചു എന്നൊരു വാക്ക് ഈ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടിലില്ലെന്നാണ് നമ്മുടെ ഗോവിന്ദമാഷ് പറഞ്ഞത്. ശരിയാ, ആ വാക്ക് റിപ്പോർട്ടിലില്ല. പക്ഷേ ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാകുന്ന ഒരാളാണ് നമ്മുടെ വിജയരാഘവൻ. അപ്പോൾ അത് ആ റിപ്പോർട്ട് വായിച്ചിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ നാട്ടുകാർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ പൂതലിച്ചു എന്ന വാക്ക് അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ആ വാക്കിനർത്ഥം നമ്മുടെ ഗോവിന്ദമാഷ്ക്ക് അറിയില്ല എന്നും പറയുന്നുണ്ട്. അത് പൂതലിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് അറിയില്ല എന്ന്. നമ്മുടെ മാഷ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രിൽ മാസ്റ്ററാണ്. അദ്ദേഹം ഭാഷയും വ്യാകരണവും ഒന്നും പഠിക്കണമെന്ന് നമ്മളെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഈ മലയാളം വാക്കുകളുടെ അർത്ഥമെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരിക്കണ്ടേ? പൂതലിച്ചു എന്ന വാക്കിൻ്റെ അർത്ഥം അതൊരു ഗ്രാമ്യ പ്രയോഗമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശബ്ദധാരാവലിയിൽ പൂതലിച്ചത് എന്നതിന് ദ്രവിച്ചത് എന്ന അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. ഗോവിന്ദമാഷ് ഒരു കാര്യം ചെയ്യണം കേട്ടോ, ഈ ശബ്ദധാരാവലിയുടെ ഒരു കോപ്പി എവിടുന്നെങ്കിലും സംഘടിപ്പിച്ച് AKG സെൻറ്ററിൽ വയ്ക്കണം. ഈ ലഘു ശബ്ദധാരാവലി പോരാ, അത് കുറച്ച് വാക്കുകളേ ഉള്ളൂ, വലുത് തന്നെ വേണം. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും, കടകളിൽ ചെന്നാൽ കിട്ടുമെന്ന് തോന്നില്ല. പക്ഷേ നമ്മുടെ ഈ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റ് ഉണ്ടല്ലോ, PK ഹരികുമാർ, അദ്ദേഹത്തോട് പറഞ്ഞാൽ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ചു തരും. മറക്കരുത്, അതിൻ്റെ ഒരു കോപ്പി AKG സെൻറ്ററിൽ സൂക്ഷിക്കണം. തിരുത്തുമെന്ന് നാഴികയ്ക്ക് 40 വട്ടം സഖാവ് പറയുന്നുണ്ട്. പക്ഷേ ഈ തിരുത്തൽ നമുക്ക് ഈ അടിത്തട്ട് മുതലായാലോ, അതായത് ഈ SFI മുതൽ, SFIയുടെ ചില രീതികൾ, പ്രവർത്തനങ്ങൾ പരാജയത്തിന് കാരണമായി എന്ന് വെറ്ററിനറി കോളേജിലെ ആ സിദ്ധാർത്ഥൻ്റെ കൊലപാതകം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രകാശ് കാരാട്ട് തന്നെ ഈ മേഖലാ സമ്മേളനങ്ങളിൽ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്നൊന്ന് തിരുത്ത് ആരംഭിച്ചാലോ? SFIക്കാർ ചോരച്ചാലുകൾ നീന്തി വന്നവരാണെന്നാണ് ഐതിഹ്യം. SFIയുടെ രക്തസാക്ഷികളുടെ എണ്ണം പറഞ്ഞ് കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സംഘടനയെ നിയമസഭയിൽ ന്യായീകരിക്കുന്നത് കേട്ടു. സംഗതികളൊക്കെ ശരിയാകട്ടോ. SFI എന്ന് പറയുന്നത് ഒരു വലിയ വിദ്യാർത്ഥി സംഘടന തന്നെയാണ്. അവരുടെ ശൈലിയൊന്നും ഇപ്പോൾ ഞാൻ വിവരിക്കുന്നില്ല. പക്ഷേ ഈ സാധാരണ യൂണിറ്റ് സെക്രട്ടറി മുതൽ ആർഷോ സഖാവ് വരെയുള്ളവരെ ഗോവിന്ദമാഷയെ നിയന്ത്രിച്ചില്ലെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഈ ചോരച്ചാലുകൾ നീന്തി കടന്നു വന്ന വാനരപ്പട ഈ പാർട്ടിയുടെ രക്തം ഊറ്റി കുടിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഈ അടുത്ത കാലത്തുണ്ടായ ഈ കൊയിലാണ്ടി കോളേജിലെ സംഭവം, ഗുരുദേവ കോളേജ്, ആ പ്രിൻസിപ്പളിനെ പഞ്ഞിക്കിട്ട് കളഞ്ഞു SFIക്കാർ. എന്നിട്ടെന്താ ഉണ്ടായത്? ആ പ്രിൻസിപ്പളിനെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുക, പോലീസ് നോട്ടീസ് കൊടുത്തിരിക്കുക. ഈ വീഡിയോ നിങ്ങളിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം അറസ്റ്റിലാകുമോ എന്ന കാര്യം പോലും സംശയമാണ്. പക്ഷേ SFIക്കാർക്കെതിരെ ഒരു കേസുമില്ല, അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല. പ്രിൻസിപ്പളിനെ തല്ലിശുരപ്പെടുത്തിയ ആളുകളാണ്. അതുതന്നെ ഈ കാര്യവട്ടം നടന്ന സംഭവം, യൂണിവേഴ്സിറ്റി സെൻറ്ററിലെ ഇടിമുറി, ഒരു കേസുകാരൻ ചെറുക്കനെ അവിടെ കൊണ്ടുപോയി ഇടിച്ച് ഇഞ്ചപ്പരുവമാക്കിയ കഥ, അവിടെയും പ്രതികളെ അറിയില്ല എന്നാണ് പറയുന്നത്, അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇനി SFI അങ്ങോട്ട് വിട്ടാൽ, സഖാവ്, ഈ പത്തനംതിട്ട കഴിഞ്ഞ ദിവസം എന്താ നടന്നത്? അറിയപ്പെടുന്ന ഒരു BJPക്കാരൻ കാപ്പ കേസിലെ പ്രതിയായിരുന്നു. അയാൾ ജയിലിൽ നിന്ന് ഈയിടെ ഇറങ്ങി. അദ്ദേഹത്തെ പാർട്ടി വലിയ ആഘോഷമായിട്ട് ആനയിച്ചു കൊണ്ടുപോയി അംഗത്വം കൊടുക്കുക, പാർട്ടി അംഗത്വം. പ്രധാന നേതാക്കളെല്ലാം ഉണ്ട്,
നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ മുദ്രാവാക്യം വിളി കേട്ടപ്പോൾ വാസ്തവത്തിൽ രോമാഞ്ചം കൊണ്ടുപോയി. സഹാബി ഇതൊക്കെ കണ്ടിട്ടാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സഖാക്കളടക്കമുള്ളവർ പോയി താമരയ്ക്കും കൈപ്പത്തിക്കുമൊക്കെ വോട്ട് ചെയ്തത്. ഭരണവിരുദ്ധ പരാജയമുണ്ട്, അതാണ് പ്രധാനം. പക്ഷേ ഈ നേതാക്കളുടെയും പോഷക സംഘടനകളുടെയും ധാർഷ്ട്യവും അഹങ്കാരവും ജനങ്ങളെ വകവെക്കാത്ത പ്രവർത്തന ശൈലിയും അതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വലിയ വിനയായത്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി നമുക്ക് താഴേ തട്ട് മുതൽ ഒരു ശുദ്ധീകരണം അല്ലെങ്കിൽ തിരുത്തൽ കൊണ്ടുവരാവുന്നതാണ്. ഇപ്പോഴും ഈ ശൈലിയിലുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നിങ്ങളാരും നന്നാകാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇത് കോൺഗ്രസിൻ്റെ ശൈലിയാണ്. എത്ര പരാജയം സംഭവിച്ചാലും തിരിച്ചടികൾ നേരിട്ടാലും സ്വയം തിരുത്താൻ തയ്യാറാകാത്ത രീതി, അതിപ്പോൾ CPM-ൽ വന്നിരിക്കുക. നേരത്തെ പാർട്ടിയെക്കുറിച്ച്, പാർട്ടിയിലെ നേതാക്കളെക്കുറിച്ച് ഇരട്ടച്ചങ്കൻ എന്നൊക്കെ ചില പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ അത് വിശ്വസിച്ച് പോയി, 2 3 ചങ്കുണ്ടെന്നൊക്കെ. പക്ഷേ ഇപ്പോൾ അതൊക്കെ ജനങ്ങൾ പരിഹാസ ഒരു പ്രയോഗമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പാർട്ടി നേതാക്കളുടെ ചർമ്മബലം തൊലിക്കെട്ടിയെപ്പറ്റിയാണ് ആളുകൾ ചർച്ച ചെയ്യുന്നത്. ഈ ജനങ്ങളുടെ ഇടയിലേക്കൊക്കെ ഇറങ്ങി നിൽക്കണം. അപ്പോൾ മാത്രമേ പാർട്ടിയുടെ ഇപ്പോഴത്തെ രീതികളെപ്പറ്റി അവരെന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഈ നവോത്ഥാന യാത്രയ്ക്കിടയിൽ ഈ ബസ്സിൽ കയറിയൊരു ആഘോഷമായ ഒരു എഴുന്നള്ളത്തുണ്ടായിരുന്നല്ലോ. അതിനിടയിൽ യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയും ഒക്കെ തല്ലിച്ചതച്ച കഥ, അതിനെയൊക്കെ രക്ഷാപ്രവർത്തനമെന്നാണല്ലോ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇത് ജില്ലാ കമ്മിറ്റി യോഗങ്ങളടക്കം വളരെ പരിഹാസത്തോടു കൂടിയാണ് സഖാക്കൾ ആ വാദത്തെ സ്വീകരിച്ചതെന്ന് ഓർക്കണം. ഈ വിഷയം ഉന്നയിച്ച് അവർ വിമർശനങ്ങൾ ഉന്നയിച്ചു. പക്ഷേ ഇപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നത് ഞാൻ പറഞ്ഞെടുത്ത് നിൽക്കുന്നു എന്നാണ്. രക്ഷാപ്രവർത്തനം ഞാൻ കണ്ടതാണ്, അന്ന് ഞാൻ പറഞ്ഞു, ഇന്ന് പറയുന്നു, ഇനിയും പറയുന്നു. ഈ ശൈലിയിലാണ് പോകുന്നത്. ഈ SFIക്കാരുടെ ഈ വാനരപ്പടയുടെ പ്രവൃത്തികളെ മുഖ്യമന്ത്രിയും AK ബാലനുമൊക്കെ ന്യായീകരിക്കുക. അങ്ങനെ SFIയുടെ ചോര കുടിക്കാൻ അല്ലെങ്കിൽ വഴിയിൽ കെട്ടിത്തൂക്കിട്ടിരിക്കുന്ന ചെണ്ടയാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് AK ബാലൻ പറയുക. തിരുത്തൽ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്താണ് ഇനി ഈ പാർട്ടിയിൽ നടക്കാൻ പോകുന്നത് എന്ന് കാത്തിരിക്കുകയാണ് പാർട്ടി സഖാക്കളും കേരളത്തിലെ ജനങ്ങളും.